തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിൽ പൂരം മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാണ്. വിവാദത്തിൻ്റെ ഈ കൂട്ടപ്പൊരിച്ചിൽ ആർക്ക് ഗുണമാകും, ആർക്ക് വിനയാകും? ഈ പൂരം ഒരു വിഷയം തന്നെയാണ്. ഈ പൂരം കാണിക്കാൻ കഴിയാത്ത ഈ ജനം അത് മറുപടി പറയാൻ തന്നെ വേണം. ഇത് പൂരം കാണാനുള്ളതാ, അല്ലാണ്ട് പോലീസുകാർക്ക് മാത്രം കാണാനുള്ള പൂരല്ല ഇത്. ഇലക്ഷനായിട്ട് ബന്ധമില്ല, പൂരമായിട്ട് ബന്ധമില്ല, ഇലക്ഷനെ ബാധിക്കാൻ ബന്ധമില്ല. പക്ഷെ ആൾക്കാർക്ക് പൂരത്തിനോട് വെറുപ്പായി. മൂന്നാൾക്കും ഇത് ബാധിക്കും, മൂന്ന് കൂട്ടർക്കും മൂന്ന് സ്ഥാനാർത്ഥികളും ഇത് ബാധിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടാളവിടെ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു. പൂരം തൃശ്ശൂർക്കാരുടെ ഒരു ആവേശമാണ്. പക്ഷേ അതിൽ ഓരോരുത്തർ ഇപ്പോൾ BJPക്കാർ മുതലെടുക്കണു, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മുതലെടുപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇലക്ഷനും പൂരം ഒന്നും ബാധിക്കില്ല. പൂരം വഴിക്ക് പോകും, ഇലക്ഷൻ വഴിക്ക് പോകും. വോട്ടിൽ പ്രതിഫലിക്കൊന്നുമില്ല. രാഷ്ട്രീയം വേറെ, പൂരം വേറെ. പകുതി അത്യാവശ്യം കളിയുണ്ട്, പൂരത്തിൻ്റെ കളിയുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് ഇതിൽ കുറേ ഇടപെടുന്നുണ്ട്. വോട്ടർമാർക്ക് ചെറിയൊരു മാറ്റം അങ്ങോട്ടോട്ട് ചേഞ്ച് വരും. വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നത് ഏത് വ്യക്തിനാണെന്ന് അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ്. അതൊരു വോട്ടർമാർക്ക് അതിൽ യാതൊരു ബന്ധം വരുന്നില്ലേ? രാഷ്ട്രീയ മുതലെടുപ്പുണ്ട്, അത് 100% ഉറപ്പ്. പൂരം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് സാധനമാണ്. അതൊരിക്കലും ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ കളിക്കാൻ പാടില്ലേ. വോട്ടർമാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് എന്തായാലും അത് ഫീൽ ചെയ്യും. അപ്പോൾ അതിനെ എന്തായാലും ബാധിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്, 100% ഉറപ്പ്. ചോദിക്കാന്നില്ല, CPM പണി കിട്ടും. അല്ലാണ്ട് വേറെ എന്നിട്ട് ഇപ്പോൾ അവരല്ല ഭരണപക്ഷത്തിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്തു എന്ന് പറയണില്ല, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്തിരുന്നത്. സാധാരണ ജനങ്ങൾ സാധിക്കും, ഉറപ്പാ വോട്ടിനെ ബാധിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിൻ്റെ ചൂടും ചൂരും തൃശ്ശൂരുകാരുടെ പ്രതികരണത്തിലുണ്ട്. ആളുകൾ ന്യൂട്രലാണെങ്കിലും മനസ്സിൽ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. പൂരം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം തന്നെയാണ് തൃശ്ശൂരിൽ. സുജി പട്ടാമ്പിക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി.